ഹലോ ഗായ്സ്, എന്തൊക്കെ? നമ്മളെ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യണേ. കുറേ കാലം എന്ന് പറഞ്ഞാൽ 2-3 വർഷങ്ങൾക്ക് ശേഷം. ഗൾഫിൽ വന്നിട്ട് ഞാൻ ആകെ ഒരു 1-2 വീഡിയോ കൂടെ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാനൊന്ന് ആലോചിക്കണേ, ഞാൻ അബുദാബി മാരത്തോണ് പോവാ. അപ്പം എന്തൊരു വീഡിയോ എടുത്താലോ എന്ന് ആലോചിക്കുക. റാഷ്പേ റെഡി അല്ലേ? ഫുള്ള് സെറ്റ്. ഞങ്ങളെ സ്കൂൾ ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങളെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം. പിന്നെ 7ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നേ. പിന്നെ റണ്ണിങ്സൊക്കെ നമ്മൾ കുറേ ചില റണ്ണിങ്സൊക്കെ നമ്മൾ ഒരുമിച്ച് ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഈ മുമ്പ് പോയിട്ടുണ്ടോന്നല്ലേ? ദുബായ് റണ്ണിനൊക്കെ പോയിട്ടുണ്ട്. അതെ അതെ അതെ. കുറച്ചും കൂടി ഓർഗനൈസ്ഡ് എന്നല്ല, മറ്റേ ദുബായ് റണ്ണ് ഓർഗനൈസ്ഡ് തന്നെ. അതൊരു മാരത്തോൺ ഇവന്റിന്റെ ഭാഗമാവുക എന്നുള്ളത് ഫസ്റ്റ് ടൈമാണ്. സെയിലിന് മുന്നേ പോയിട്ടുള്ള ആളാണ്. ഒരുമിച്ച് പോകുമ്പോ ഉള്ള ഒരു രസം. അതെ അതെ. അപ്പൊ എന്തായാലും നോക്കിയോളാം. ദുബായിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് അപ്പൊ അതിന്റെ ഒക്കെ ഒരു രസം. ഇവിടെ സ്റ്റേ ചെയ്ത് ഏർലി രാവിലെ തന്നെ നമ്മള് ഇവിടെ എത്തണം. ഇന്നലെ തന്നെ വന്ന് സ്റ്റേ ചെയ്ത് അതിന്റെ ഒരു ഫണ്ണ് കാര്യങ്ങളാണ്. ഞങ്ങളെ ഇന്നലെ രാത്രി ദുബായിന്ന് വന്നതാ. എന്നിട്ട് അബുദാബിന്ന് സ്റ്റേ അടിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാലേ ഏർലി മോർണിംഗ് അവിടെ റേസ് വില്ലേജ് ഓപ്പൺ ആവും. അപ്പോൾ ഷട്ടിൽ ബസ് ലാസ്റ്റ് ബസ് 4:30-ക്കാണ്. അപ്പോൾ നമ്മൾ ആ പാർക്കിംഗ് കറക്റ്റ് പാർക്കിംഗിൽ നിന്നാണ് ഷട്ടിൽ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർക്കിംഗ് ടു റേസ് വില്ലേജ്. അപ്പോൾ ലാസ്റ്റ് ബസ് പോകുന്നത് 4 മണി 4:30 ആ ടൈമിലാണ്. അപ്പോൾ 4:30-ക്ക് അതിൻ്റെ മുമ്പ് എത്തണം. അതിൻ്റെ മുമ്പ് എത്തിയാലാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ പ്ലാനൊക്കെ കൊള്ളാവും. പിന്നെ അപ്പോൾ എന്താ പറയുക, 5 കിലോമീറ്റർ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തേക്കണ്. 4-5 ഓപ്ഷൻസ് ഉണ്ട്. 42 അത് മെയിൻ മാരത്തോൺ, പിന്നെ 10 കിലോമീറ്റർ റോഡ് റേസ്, 4 കിലോമീറ്റർ, പിന്നെ 5 കിലോമീറ്റർ, പിന്നെ 2.5 കിലോമീറ്റർ. അപ്പം നമ്മൾ 1-2 ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാൻ വെച്ചിട്ടാണ്. പിന്നെന്താ, വ്ളോഗിൽ ഞാൻ എന്തായാലും റണ്ണിങ്ങിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓരോ കിലോമീറ്റർ പാസ് ചെയ്യുമ്പോഴും അതപ്പം എങ്ങനെയായിട്ട് കൂടുണ്ടെന്ന് പറയുന്നത് നമുക്കൊക്കെ അങ്ങനെ. പിന്നെ ആശുപത്രി എന്തൊക്കെ പറയാം? ഞങ്ങൾ 5 കിലോമീറ്റർ രജിസ്റ്റർ ചെയ്തിരിക്കണേ. അപ്പൊ ഞങ്ങള് രണ്ടാളും കുറച്ച് ഔട്ട് ഓഫ് ഫിറ്റ് ആയിട്ട് ഇരിക്കണത്. അതുകൊണ്ട് ഫസ്റ്റ് 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അടുത്ത കൊല്ലം അതൊരു ഫുൾ നമ്മള് കുറച്ച് മാരത്തോണിന്റെ ഒക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. കുറെ കാര്യങ്ങള് ഷെയർ ചെയ്യും. മുമ്പേ റാസൽ കൈമ മാരത്തോണിൽ 21 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും നമ്മള് വീഡിയോ എടുക്കാനുള്ള ഒരു എന്താ പറയാ എന്തൊരു മൈൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി സെറ്റ് ആക്കണം. ഇനി കുറെ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. കുറെ പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ മാരത്തോൺസിനൊക്കെ രജിസ്റ്റർ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കത് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ തന്നെയാണ് നമ്മുടെ പ്ലാന്. എന്തായാലും നമുക്ക് റേസ് വില്ലേജ് പോയോക്കി നോക്കാം എന്താ അവസ്ഥ. സമയേ 3:30 ആയിട്ടുള്ളൂ. അപ്പോൾ ആകെ 2 മണിക്കൂർ ഉറക്കം കിട്ടിയിട്ടുള്ളൂ നമുക്ക്. കാരണം ഇന്നലെ 12 ആയില്ലേ നമ്മള്. അതെ. അപ്പൊ ഇനി എന്തായാലും നോക്കിയോട്ടെ എന്താ അവസ്ഥ. ഇവിടുത്തെ നാഷണൽ ഡേ സെലിബ്രേഷന്റെ ഫുള്ള് ഇത് മാറിയില്ലല്ലേ? ഒരു രക്ഷയില്ല ആ കാര്യത്തിൽ. ഇവരെ സമയമുണ്ടല്ലേ, ഒരു അറേഞ്ച്മെന്റ്സും അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഇവര്. രാജ്യസ്നേഹം. അതെ അതെ. ഇത് നിങ്ങള് എന്താ രസം എന്നറിയാം. അപ്പൊ അങ്ങനെ ഈ വണ്ടികളൊക്കെ കണ്ടനെ വന്നല്ലേ? കണ്ടോ എത്ര വണ്ടികൾ അറിയാം. അതൊക്കെ പാർക്കിംഗ് എന്ന് പറഞ്ഞോക്ക് മാരത്തോണിന്റെ വണ്ടികൾ തന്നെയാണ്. കണ്ടമാനം ജനങ്ങളുണ്ടാവും അല്ലേ? പിന്നെ അടിപൊളി പരിപാടി കേട്ടോ അല്ലേ? ഇത്ര ഓർഗനൈസ് ചെയ്തിട്ട്. നമ്മുടെ നാട്ടില് മുംബൈയിലും ഡൽഹിയിലൊക്കെ മാരത്തോൺ. പക്ഷെ നമ്മളെ കുറച്ചുകൂടി സജീവമാവുണ്ടല്ലേ ഫിസിക്കൽ ആക്ടിവിറ്റീസിലും. നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ്ഡ് ആവാനുണ്ട്. പക്ഷെ ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് മാരത്തോൺസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ മേജർ 6 മാരത്തോണും കണ്ടമാനം മാരത്തോണാ നടക്കുന്നത്. മക്കളങ്ങനെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തു കേട്ടോ. നമ്മുടെ വണ്ടിയുടെ പാർക്ക് ചെയ്തു. നമുക്ക് ബിബ് സെറ്റാക്കി പേര് ചെയ്തിട്ടുണ്ട്. സൈനുൽ ഫ്ലാഗ് കണ്ടോ? ഇതാണ് ഇതിന്റെ വെറൈറ്റി. പക്ഷെ ഇത് വേറെ സംഭവം കൂടി ഉണ്ട്. നമ്മൾ October 31 മുമ്പ് രജിസ്റ്റർ ചെയ്താലാണ് ഈ ഫ്ലാഗ് ഇവിടെ കാണിക്കുള്ളൂ. ഫ്ലാഗും പേരും പേഴ്സണലൈസ്ഡ്. അപ്പൊ അതിനുശേഷം രജിസ്റ്റർ ചെയ്തവർക്ക് ഇത് ഉണ്ടാവില്ല. അതാണത്. പിന്നെ ടീഷർട്ടിന്റെ ബാക്കിൽ പേര് കൊടുക്കാം. പക്ഷെ അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ കൊടുത്തിട്ടില്ല. നല്ല ടീഷർട്ട് അല്ലേ? നൈക്കിയുടെ
നല്ല അടിപൊളി ടീഷർട്ട്, സൂപ്പർ ബിബും. ഇതിൻ്റെ ബാക്കിൽ ടൈമിംഗ് ഉണ്ട്. കാരണം ഇനി ഇവർ ഗണ്ണ് ഷോട്ട് ചെയ്യുമ്പോഴേ നമ്മൾ റേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടൈമിങ് സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റേസ് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഇതാവും. അങ്ങനെ ഒഫീഷ്യൽ നമുക്ക് ടൈമിംഗ് കിട്ടും. നമ്മൾ എത്ര മിനിറ്റ് കൊണ്ട് റേസ് ഫിനിഷ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണൽ ബെസ്റ്റാണോ അത് ഇതിൽ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും, ഫുള്ള് കാണാൻ പറ്റുമോ. അതായത് ഇതിൻ്റെ ബാക്കിൽ ടൈമിംഗ് ഉണ്ട് ഈ ബിബ് കിട്ടുമ്പോൾ. അപ്പോൾ നമ്മളത് കേടെടുത്ത് അതവിടെ വെക്കണം, എന്നാലാണ് കറക്റ്റ് ടൈമിംഗ് കിട്ടുള്ളൂ നമുക്ക്. അങ്ങനെ നമ്മളെ സ്റ്റോപ്പ് വാച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലും സമയം കിട്ടണം. ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം മാരത്തോണിൽ ഇവരെപ്പോഴും പി ബി എന്ന് പറയുക, പേഴ്സണൽ ബെസ്റ്റ്. നമ്മളെപ്പോഴും ഓരോ മാരത്തോൺ കഴിയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ബെസ്റ്റ് ഇമ്പ്രൂവായി വരണം എന്നാണ് പറയുക. അപ്പോൾ അത് ഇമ്പ്രൂവ് ആകുമ്പോൾ നമ്മൾ ആ മാരത്തോണ് പ്രിപ്പയർ ചെയ്തതിനൊരു സക്സസ് ഉണ്ടെന്ന് പറയും. അങ്ങനെ എന്തായാലും നോക്കാം നമുക്ക്. നല്ല ക്ലൈമറ്റ് ആട്ടോ, അടിപൊളി ക്ലൈമറ്റാണ്, രക്ഷയില്ല, ഓടാൻ പറ്റിയ ക്ലൈമറ്റാണ്, ത്രില്ലാണ്. ചൂടൊക്കെ പോയി. അതെ ഓവർ മഞ്ഞുമില്ല. പക്ഷെ ഞാൻ റാസൽ ഗെയിം പോയ സമയത്ത് മൂടൽ മഞ്ഞ് ഇവിടെ ഒരു 50-100 മീറ്റർ അപ്പുറം ആരും കാണൂല. അങ്ങനെ ബോർഡൊന്നും കണ്ടാന്നില്ല എത്ര കിലോമീറ്റർ ആയി നോക്കാം. ഭയങ്കര മൂടൽ മഞ്ഞായിരുന്നു. അത് രസമായിരുന്നു. അങ്ങനെ അപ്പം എന്തായാലും ഇനി ഷട്ടിൽ ബസ് കയറി വരല്ലേ. ഷട്ടിൽ ബസ്സിൽ ജേഴ്സിയുടെ ഒരു ഇതുണ്ട്. കാരണം ലേഡീസിന് ഒരു ലൈറ്റ് പിങ്കാണ്, അവിടെ നോക്കി കാണാൻ പറ്റും. ഒരു ലൈറ്റ് പിങ്ക്, ഇത് കുറച്ച് ഡാർക്ക് ഒരു വയലറ്റ് പോലത്തെ ഒരു കളറാ. 2 രസമുണ്ട്, അടിപൊളി കളർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരത്തോൺ എന്ന് പറയണത് നമ്മുടെ നാട്ടിൽ കുറച്ചൊരു റണ്ണേഴ്സിനൊക്കെ അറിയാം സജീവമായിട്ട്, അതിൻ്റെ ഡീപ്പായിട്ട്. എല്ലാവർക്കും മാരത്തോൺ എന്താ അറിയാം, പക്ഷേ ഡീപ്പായിട്ട് വളരെ റെയറായിട്ടുള്ള അറിവുള്ളൂ. വേൾഡിലെ അബോട്ടിൻ്റെ വേൾഡ് 6 മേജേഴ്സ് എന്ന് പറയുന്ന മാരത്തോൺ ഉണ്ട്. ലോകത്ത് 6 മാരത്തോണാണ് വേൾഡ് മേജേഴ്സ് എന്ന് പറയുന്നത്. അത് വളരെ കുറച്ച് മലയാളികൾക്ക് അറിയുള്ളൂ, വളരെ കുറച്ച് മലയാളികളെ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ ബോസ്റ്റൺ മാരത്തോൺ വരുന്നുണ്ട്, ഷിക്കാഗോ മാരത്തോൺ, ന്യൂയോർക്ക് മാരത്തോൺ, 3 US വരുന്നുണ്ട്. പിന്നെ 1 ടോക്കിയോ മാരത്തോൺ, പിന്നെ 1 സിഡ്നി മാരത്തോൺ, 5. പിന്നെ ഉള്ളത് ജർമ്മനിയിലെ എനിക്ക് തോന്നുന്നു ബയോണല്ല മ്യൂണിച്ചോ, ബയോണല്ലോ, അത് ക്ലബിൻ്റെ പേരല്ലേ, മ്യൂണിച്ച് സ്ഥലമാണ്. നമ്മളേതായാലും പറഞ്ഞേ ഏതൊരു മാരത്തോൺ പറഞ്ഞത് സിഡ്നി പറഞ്ഞു. ജർമ്മനിയിലായിരുന്നു, അമേരിക്ക 3, ന്യൂയോർക്ക്, ടോക്കിയോ, ബെർലിൻ മാരത്തോൺ. അതെ ജർമ്മനിയിൽ. ഈ 6 മാരത്തോണാണ് വേൾഡിലെ ടോപ്പ് മാരത്തോൺ. പിന്നെ ഒരുപാട് സിറ്റിയിലെ മാരത്തോൺ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ടാറ്റ നടത്തുന്ന മുംബൈ മാരത്തോൺ ഉണ്ട്, ഡൽഹിയിൽ മാരത്തോൺ ഉണ്ട്, കൊച്ചിയിൽ മാരത്തോൺ ഉണ്ട്. അബോട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ അവരുടെ ഒരു പ്രത്യേക മെഡൽ കിട്ടും 6 റൗണ്ടായിട്ട്. അത് ഭയങ്കര രസമുള്ളൊരു മെഡലാണ്. ഞാൻ ഇതിലിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്ക് പാർട്ടിസിപ്പേറ്റ്, നമ്മളെ നാട്ടിലെ കുറച്ച് ആൾക്കാരൊക്കെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ പക്ഷെ നമുക്ക് എല്ലാ വർഷവും അത് ഒരു വർഷം കൊണ്ട് തീർക്കാൻ പറ്റില്ല. ഓരോ വർഷം 1-2 മാരത്തോൺ കംപ്ലീറ്റ് അങ്ങനെ 4-5 വർഷം എടുത്തിട്ട് വേണം ഈ 6 കംപ്ലീറ്റ് ചെയ്യാൻ. അതൊന്നും കുഴപ്പമില്ല. അതെ ഭയങ്കര കിട്ടും. അത് നമുക്ക് അത് അവരുടെ സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഈ വർഷം ആരൊക്കെ ആ ബോട്ടിൻ്റെ വേൾഡ് 6 മേജേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അവരുടെ സൈറ്റിൽ നമുക്ക് കാണിച്ചു തരും. അങ്ങനെ നമ്മുടെ ഷട്ടിൽ ബസ് നിൽക്കണമെന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഷട്ടിൽ ബസ്. ഇതിൽ നമ്മൾ പോകും. അത്യാവശ്യം പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഒരു ക്യൂനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ ബസ് വരെ ക്യൂവാണ്. 4:30 വരെ ഉള്ളു. ഇപ്പോൾ സമയം കറക്റ്റ് 4:02. മക്കളെ നമ്മളെ എത്തിയിട്ടാ ലൊക്കേഷൻ എത്തിയ ശേഷം കണ്ടമാനം ജനങ്ങളുടെ ഒരു രക്ഷയില്ല. ഇതൊക്കെ നമ്മളിപ്പോൾ 5 കിലോമീറ്ററിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് വാമപ്പ് ചെയ്യണം. ഭയങ്കര തണുപ്പ്, നല്ല തണുപ്പാണ്, കാറ്റടിച്ചിട്ടേ. എന്ത് രാഷ്ട്രീയ ആദ്യം സംസാരിച്ച പോലെയല്ല, ഫസ്റ്റ് വന്ന് ഇറങ്ങിയപ്പോൾ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ചില്ല് ക്ലൈമറ്റാണ്. മസ്റ്റാണ്. ഒരു ചായന് കിട്ടി ഉഷാറായി. പക്ഷേ അങ്ങനെ അപ്പോൾ നല്ല വാമ്പ് വേണം. നല്ല കാറ്റുണ്ട്. ചെസ്റ്റിലേക്ക് കാറ്റടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എന്തായാലും നോക്കട്ടെ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. ഒരുപാട് നാഷണാലിറ്റികളുണ്ട്, ഒരുപാട് അല്ലേ, പല നാഷണാലിറ്റികളുണ്ട്. അങ്ങനെ കറക്റ്റ് 6:30 ഇവിടെ സ്റ്റാർട്ടിങ് കേട്ടോ. 6:30 മക്കളെ. അപ്പോൾ ഇതൊക്കെ സെറ്റായി ഞങ്ങൾ വാമ്പ് ചെയ്യുന്നല്ലേ.
അല്ലോ ജനങ്ങളുടെ ഒരു രക്ഷയില്ല. സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. എന്താ ഓനെ The race is already started for 10 kilometers. 2.5 and 5. Please stand by. 2.5 and 5. നമ്മള് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോട്ടാ. ഇതിന് പറയാനുള്ള ഞങ്ങള് സ്റ്റാർട്ടിങ് പോയിന്റ് പോട്ടെ. അവിടെ കാണാനുള്ള സൺലൈറ്റ് ആണ് കേട്ടോ. പോയോട്ടെ. നേരെ വെളുത്തല്ലേ? നേരെ വെളുത്ത് സൺറൈസ് സ്റ്റാർട്ടായില്ല. 2.5 ആദ്യം വിട്ടു, 10 കിലോമീറ്റർ വിട്ടു, 5 വിട്ടില്ല. പക്ഷെ 5 നമുക്ക് സമാധാനത്തിൽ ഓടാം. അപ്പോൾ വലിയ പ്രശ്നമില്ല. നല്ല സൺറൈസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. ഫൈനലി വി ആർ അബൌട്ട് ടു സ്റ്റാർട്ട്. എല്ലാവരും റെഡി ആയിക്കണം. പക്ഷെ സ്റ്റാർട്ടിങ് ഒരു 100 മീറ്റർ നമ്മൾ നടക്കേണ്ടി വരും അല്ലേ? സ്റ്റാർട്ടിങ് ഒരു 100 മീറ്റർ നമ്മൾ നടക്കേണ്ടി വരും. റഷാണ്. നോക്കാം എന്തായാലും. How did you practice? Really. As an athlete, it's so hard to start. സ്റ്റിൽ ഡിലേ ആയിട്ട് നമ്മളിപ്പോഴും കുറച്ച് ഡിലേ ആണ്. ഇവരെന്തൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് നോക്കാം. തോന്നുന്നു നമ്മളൊരു 5-10 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ സ്റ്റാർട്ടായിക്കോ കേട്ടോ. പക്ഷെ ഇപ്പോൾ ഓടാൻ പറ്റില്ല. റണ്ണാണെങ്കിലും ഓടാൻ പറ്റില്ല. അമ്മര് തിരക്കാണ്. പക്ഷെ ദുബായിലുണ്ട് അത്ര ഒന്നുമില്ല കേട്ടോ അല്ലേ? ഫ്രീ ആയതുകൊണ്ട് പേയ്മെൻ്റ് ഉള്ളതുകൊണ്ട് പറയും. പക്ഷെ കുറച്ചുകൂടി ഓർഗനൈസറാണ്. നമ്മൾ പതുക്കെ തുടങ്ങിയിട്ടോ. പക്ഷെ ഇടക്ക് നിർത്തണം. സ്റ്റാർട്ടായി. സീരിയസ് ആയി. ഇത് കോമഡി കേട്ടാ. ശരിക്കും ഓടണമെന്നുണ്ടെങ്കിൽ 10 മാരത്തോൺ 42 ഓടണം, അല്ലെങ്കിൽ ഹാഫ് ഓടണം. ഫണ്ണായോണ്ട് പിന്നെ നമ്മൾ പറ്റിച്ചവര് ശരിക്ക് തുടങ്ങിയിട്ടുണ്ടെന്നില്ല. ശരിക്ക് മെയിൻ സ്റ്റാർട്ട് ഇവിടെ തോന്നുന്നു. ഇനി ഇതിന്റെ അപ്പുറത്ത് കുറച്ചുകൂടി ഓടി പിന്നെ സ്റ്റാർട്ടാവാൻ അറിയില്ല. എനർജി വേസ്റ്റ് ആക്കി. മൂടായി വന്നായിരുന്നു. കയ്യിൽ നിന്ന് പോയി. കൂട് പോയി.
ഓക്കെ ഓക്കെ, ഇത് കറക്റ്റ് ആവുന്നല്ലേ? ഇത് ശരിക്കുള്ള സ്റ്റാർട്ടിംഗ് ആണോ ഇതല്ലേ? ഓക്കെ ഓക്കെ. ഇത് പറ്റിച്ചാലല്ലേ നമ്മളെ ഷേക്ക് സ്റ്റാർട്ട് ആയത്? പൂത്തിരി എത്തിക്കണം. ശരിയാ, അതാ പൂത്തിരിയാണോ? ആമീൻ. നമ്മൾ ദുആ ചെയ്തു. എന്താ ഓടുമ്പോ ഹൈറും ബർക്കത്തും വരട്ടെന്നാ പറയണേ. ഇതൊക്കെ റഹ്മത്തും ബർക്കത്തും ഉണ്ടാട്ടെ. പക്ഷെ നമ്മളെ ഫ്രണ്ടിൽ ഓടി വന്നു കേട്ടോ. നമ്മളിവിടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അല്ലേ? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആകാശത്തേക്ക് വെടിയേക്കൂല? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആകാശത്തേക്ക് വെടിയേക്കൂലേ? അത് പൊട്ടിക്കുകയാണെങ്കിൽ ഒരു രസമായിരുന്നു, കാണായിരുന്നു. നമ്മൾ തുടങ്ങിട്ടോ, തുടങ്ങി ശരിക്കും തുടങ്ങി. മാച്ചായിട്ട് വിട്ടിരുന്നത്. അതാണ് മാച്ച് ഇപ്പോഴേ തുടങ്ങി. അതെ അതെ. നമ്മളെ അലിൻ ജോസ് പെരേര പറഞ്ഞവരെ എന്തോരം ആൾക്കാരാ, അതുകൊണ്ട് എന്തോരം ആൾക്കാരാ. കാവ്യമാധവന്റെ സൗണ്ട് ഇമിറ്റേറ്റ് തുടങ്ങി. സീരിയസ് ആവും. നമ്മള് തുടങ്ങിട്ടോ, ശരിക്കും റണ്ണിങ് തുടങ്ങി. കുറെ ആൾക്കാർ ഫ്രണ്ടിൽ സ്പീഡിൽ ഓടി പതുക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ സ്ലോലി സ്റ്റാർട്ട് ചെയ്തോളൂ. 5K നമുക്ക് ഫിനിഷ് ചെയ്യണം. കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റാ. തണുപ്പ് ക്ഷീണറിയില്ല, പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവില്ല. പെർഫെക്റ്റ് ടെമ്പറേച്ചറാണ്.
ഓടിയിട്ട് കുറച്ചായി തോന്നൊരു 1 കിലോമീറ്റർ എടുത്താൽ പറയും. കുറച്ച് 6:30 പറഞ്ഞാൽ പിന്നെ ബാച്ച് ആയതുകൊണ്ടേ നമ്മൾ കുറച്ച് ലേറ്റായി. നമ്മൾ കുറച്ച് ബാക്കായിരുന്നു. നമ്മളിപ്പോഴേ ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ ആയിക്കണം. കുഴപ്പമില്ല. ഓൾമോസ്റ്റ് 3 ആയിക്കണം. 3 ആ ഒരു പാട്ടൊന്നും 4 കിലോമീറ്റർ 4 ആയി. അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. കണ്ണിയാൻ പറ്റിയ ക്ലൈമറ്റാണ്. ടയർഡ്നെസ് ഒന്നുമില്ല. അടിപൊളി കേട്ടോ. ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്യാറായി. കുറച്ചുകൂടി ഉണ്ട്. പക്ഷേ നൈസ് ക്ലൈമറ്റാണ്. രക്ഷയില്ല. വെള്ളം തെറിപ്പിക്കണ്ടവര്. പക്ഷേ ഓൾമോസ്റ്റ് ഫിനിഷായി. വെള്ളം തെറിപ്പിക്കുന്ന പുളി വെള്ളത്തിൽ കയറട്ടോ. വെള്ളത്തിൽ കയറണേ. തെറിപ്പിച്ചു Let's go. I don't know what this song says, but I know there's a lot of vibes. Let's go. Boom, boom, boom. ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യാൻ പോട്ടാ. ഓൾമോസ്റ്റ് ആയി. ഫിനിഷായി. ആ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പുളി ഓ കുറേ കാലത്തിന് ശേഷം ഓടണേ. അങ്ങനെ 1 ഇയർ ശേഷം അടിപൊളിയായിട്ടാ. നമുക്ക് സാധനം കിട്ടിയിട്ടോ. അടിപൊളി ഇതാട്ടാ അല്ലേ. നല്ല ഒരു സൂപ്പർ അബുദാബി മാരത്തോൺ. ഇത് ബാക്കിലൊരു കണ്ണാടി ഉണ്ട്, നമ്മളെ ആറന്മുള കണ്ണാടി പോലെ കേട്ടാ. അടിപൊളിയാ. സൂപ്പർ മെഡലേ അല്ലേ. നമ്മള് സെയ്ദ് സ്റ്റേഡിയം അല്ലേ, അബുദാബിയിലെ സെയ്ദ് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടില്. അടിപൊളി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവര് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഫുഡ്, കുറച്ച് ഐറ്റംസ്, നമ്മളെ വൈറ്റമിൻ്റെ ഒരു ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ല കേട്ടോ, ഹെൽത്തിയാണ്. പിന്നൊരു എന്താ പറയുക എനർജി ബാറ്, ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാ, പിന്നെ ഒരു പഴം, പിന്നെ ബോട്ടിൽ വെള്ളം. ഭയങ്കര കെയറിംഗ് ആണ് ഓർഗനൈസേഴ്സ്. ഭയങ്കര 5 കിലോമീറ്റർ